ഇന്നലെ അവന്റെ ആക്ഷൻ കാണണമായിരുന്നു. വെറും ഷോ എന്ന് വെച്ചാൽ വെറും ഷോ ആയിരുന്നു. ഹായ് ഹായ് ജോഫിൻ. ഓ റോയ് സർ. സാറോ? എങ്ങനെ പരിചയം? കോളേജിൽ സീനിയർ ആണെന്ന് കരുതി ഇത്രയ്ക്ക് ബഹുമാനം വേണോ? റോയ് ഇവിടെ? ഇതെന്റെ കോഫി ഷോപ്പാണോ? ഓ ഐ സി. എന്നിട്ട് കോഫിയൊക്കെ കുടിച്ചോ? നമ്മൾ കുടിച്ചിട്ട് ഐ എം ലീവിംഗ് നൗ. ഓ എന്തായാലും നടക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും കാണാം. ബൈ. റോയ് ഐസക്. എടി സാറേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ജോഫിന് റോഷനോടുള്ള പെരുമാറ്റം നീ കണ്ടോ? എന്തൊരു ബഹുമാനാടി, സാർ എന്നൊക്കെ വിളിക്കുന്നു. ശരിയാ, ഒരു ജൂനിയർ സീനിയർ റെസ്പെക്ടിന് പുറമെ വേറെ എന്തൊക്കെയോ ഉണ്ട്. എന്നിട്ട് ലിഫ്റ്റിന്റെ വാതിൽ തുറന്നപ്പോ ഇവന്റെ മുഖം കണ്ടിരുന്നു. ഒരു വരി പാണ്ടിലോറി കയറിയ തവളനെ പോലെ. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഇവൻ ക്ഷീണിച്ച് വീണില്ലെന്നേ ഉള്ളൂ. ഇവൻ ഇതൊന്നും കിട്ടിയാ പോരാ. എന്നാലും ആ സീൻ ആലോചിക്കുമ്പോഴാ ചിരി നിർത്താൻ പറ്റുന്നില്ല. അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്റെ കർത്താവേ. ഇത് നമ്മൾ ശരിക്കും ആഘോഷിക്കേണ്ടതാ. ആനന്ദേ, നിനക്കൊരു പാക്കറ്റ് ലഡു എങ്കിലും വാങ്ങിച്ചോണ്ട് വന്നിടുമായിരുന്നോ? എന്തിനാ ലഡു മാത്രമാക്കുന്നേ? കുറച്ച് പടക്കം കൂടെ വാങ്ങി പൊട്ടിക്ക്. ഇതാണല്ലേ എല്ലാ പഞ്ചാരക്കുട്ടന്മാർക്കും ഒരു ദിവസം ഉണ്ടെന്ന് പറയുന്നത്. നിനക്കെന്നെ പട്ടിന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചാ മതി, അല്ല വളഞ്ഞു പിടിച്ചിട്ടേ കൈ കൊടുക്കണ്ട. എനിക്ക് പട്ടിയോട് ചോദിക്കേണ്ടി വരും നിന്നെ അങ്ങനെ വിളിക്കുന്നതിന്റെ മുമ്പേ. എന്നാ പോയി ചോദിച്ചിട്ടോ. നീ ചോദിക്കുന്ന ഭാഷ പട്ടിക്ക് മനസ്സിലാവും. എല്ലാവരും വർഗമാണല്ലോ. മതി രണ്ടുപേരും ഇതിന്റെ പേരും പറഞ്ഞ് കടിച്ചു കയറണ്ട. ഇന്നെന്തായാലും ടോണി ഡേ ആയി കൊണ്ടാടും. എന്താ സാറേ ഇത്? നിനക്കെങ്കിലും എന്നോട് കുറച്ച് സ്നേഹം ഉണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. എന്നാ കേട്ടോ. ഇല്ല. എന്താടാ ഒരു പാട്? ചുമ്മാ ഇരിക്കും. എന്ത് പാട്? എടാ ടോണി, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആ ക്രീമൊന്നും തേച്ചിട്ട് കാര്യമില്ല, പാടൊന്നും മാറില്ലെന്ന്. ആ പാടല്ല, ചുവന്ന കല അടി കിട്ടിയ പോലത്തെ ഒരു പാട്. നോക്കട്ടെ. സത്യം പറയടാ ടോണി, ഇന്നേത് പെണ്ണിന്റെ കയ്യിൽ നിന്ന് നീ അടി വാങ്ങിച്ചത്? എനിക്കൊരു കോള് വരാനുണ്ട്, ഞാനൊന്ന് പുറത്തേക്ക് പോട്ടെ. അങ്ങനെ പോലെ എന്താ കാര്യമെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ആ ലിഫ്റ്റിലെ തള്ളയില്ലേ, അവർക്ക് ചെവി കേൾക്കാൻ പറ്റത്തില്ലെന്നാ ഞാൻ കരുതിയത്. പക്ഷെ വലത്തെ ചെവി കുറച്ച് കേൾക്കായിരുന്നു. അവരെന്നെ എന്തൊക്കെയോ പറഞ്ഞപ്പോ ഞാൻ അവരെ കുറെ തെറി പറഞ്ഞു. പക്ഷെ മുഴുവൻ തെറിയും പറഞ്ഞത് അവരുടെ വലത്തെ സൈഡിൽ നിന്നായിരുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. എന്നാലും ടോണി, പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നതിന് ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇത് കണ്ട തള്ളമാരുടെ കയ്യിന്ന് അയ്യേ അയ്യേ അയ്യേ. എടാ, ഇങ്ങനെ കളിയാക്കുമ്പോ നീ തളരാൻ പാടില്ല. ഇന്നൊരു തീരുമാനം എടുക്കണം. ഇനി സ്ത്രീകൾക്ക് ഞാൻ എന്റെ കവിള് വിരിച്ചു കൊടുക്കില്ലെന്ന്. കാരണം എത്ര നാളായിടാ ഇങ്ങനെ, ഇനിന്ന് മാറ്റിപ്പിടിക്കണ്ടേ? നീ പോടാ. അയ്യേ 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 അയ്യേ.